ഹലോ കൂട്ടുകാരെ, നിങ്ങൾ എന്തുകൊണ്ടാണ് PSC ടോപ്പ് വാഴ്ചയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തത്? ഇന്ത്യൻ ചരിത്രത്തിനും കേരള ചരിത്രത്തിനും എത്ര ക്വസ്റ്റ്യൻസാണ് PSC ടോപ്പ് വാഴ്ച വരുന്നത്? ഇപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ പറയാൻ പോകുന്നത് 51 ഉണ്ണികൃഷ്ണൻ പുതൂർ, 51 ഉണ്ണികൃഷ്ണൻ പുതൂർ, 52 PK ബാലകൃഷ്ണൻ, 52 PK ബാലകൃഷ്ണൻ, 53 ലളിതാംബിക അന്തർജനം, 53 ലളിതാംബിക അന്തർജനം, 54 GN പണിക്കർ, 54 GN പണിക്കർ, 55 TB വർക്കി. ഇവരെല്ലാം മലയാള നോവൽ എഴുത്തുകാരാണ്. ഒന്നുകൂടെ പറയാം: 51 ഉണ്ണികൃഷ്ണൻ പുതൂർ, 51 ഉണ്ണികൃഷ്ണൻ പുതൂർ, 52 PK ബാലകൃഷ്ണൻ, 52 PK ബാലകൃഷ്ണൻ, 53 ലളിതാംബിക അന്തർജനം, 53 ലളിതാംബിക അന്തർജനം, 54 GN പണിക്കർ, 54 GN പണിക്കർ, 55 TB വർക്കി, 55 TB വർക്കാണ്. അപ്പോൾ മലയാള എഴുത്തുകാരാണ്. ഇപ്പം തന്നെ ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്തത്? PSC ടോപ്പ് വെച്ച് ഒന്നാമത്തെ ഒരു നല്ല ഡിജിറ്റൽ ക്വാളിഫിക്കേഷനുള്ള ഒരു ചാനലാണ്. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയാൻ പോകുന്ന നോവൽ എഴുത്തുകാരെ കുറിച്ച് പറയുകയാണ്. 46 K സുരേന്ദ്രൻ, 46 K സുരേന്ദ്രൻ, 47 മലയറ്റൂർ രാമകൃഷ്ണൻ, 47 മലയറ്റൂർ രാമകൃഷ്ണൻ, 48 PA അച്ഛനേത്ത്, 49 EK കോവൂർ, 50 LP മുഹമ്മദ്. എങ്ങനെയാണ്? 46 K സുരേന്ദ്രൻ, 46 K സുരേന്ദ്രൻ, 47 മലയറ്റൂർ രാമകൃഷ്ണൻ, 48 PA അച്ഛനേത്ത്, 49 EM കോവൂർ, 50 MB മുഹമ്മദ്. അപ്പോൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോവൽ എഴുത്തുകാരെ കുറിച്ച് ഇനി വിവരിക്കുന്നതിന് അടുത്ത വീഡിയോ ആയിട്ട് വരും. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം. ഹലോ, നിങ്ങളിപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള നോവൽ എഴുത്തുകാരെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ വിവരിക്കുന്നത്. സബ്സ്ക്രൈബ് ഇപ്പം തന്നെ ചെയ്തു കഴിഞ്ഞാൽ മലയാള എഴുത്തുകാരെ കുറിച്ചും അതിനെ ലഘു വിവരണമായിട്ട് ഞാൻ ഇടുന്നതാണ്. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ഇപ്പം തന്നെ ഫോളോ ചെയ്യൂ. ഓക്കെ, ലൈവ് ബട്ടൺ ചെയ്യൂ. അപ്പം ഞാൻ എഴുത്തുകാരെ കുറിച്ച് പറയാം. ഒന്നാമത്തേത് 36 വൈക്കം മുഹമ്മദ് ബഷീർ, 37 C രാധാകൃഷ്ണൻ, 38 സക്കറിയ, 39 MP നാരായണപിള്ള, 40 കൈനിക്കര പത്മനാഭപിള്ള. ഒന്നുകൂടെ പറയാം: വൈക്കം മുഹമ്മദ് ബഷീർ, C രാധാകൃഷ്ണൻ, സക്കറിയ, MP നാരായണപിള്ള, കൈനിക്കര പത്മനാഭപിള്ള. അപ്പോൾ ഇത്തരം പേരാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് മലയാള എഴുത്തുകാരാണ്, നോവൽ എഴുത്തുകാരാണ്. ഇനി ഇവരെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നൊരു വീഡിയോ ഇടുന്നുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ബൈ. ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് എന്താണ്? PSC ടോപ്പ് വാച്ചിൽ ഇന്ത്യൻ ചരിത്രം, ഇന്ത്യൻ ജിയോഗ്രഫി, സമുദ്രങ്ങളെക്കുറിച്ചും 5 സമുദ്രങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം ഞാൻ പറയുന്നത് 5 എഴുത്തുകാരെ കുറിച്ചാണ്. ആ 5 എഴുത്തുകാരെ കുറിച്ച് ഇപ്പം തന്നെ പേര് മാത്രം പറയാം. മറ്റുള്ള അതിനെക്കുറിച്ച് വിവരിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരും. ഓക്കെ. 1 PC കുട്ടിക്കൃഷ്ണൻ ഉറൂവ്, PC കുട്ടിക്കൃഷ്ണൻ ഉറൂവ്, പൂനത്ത് കുഞ്ഞത്തുപിള്ള, PKN ആനന്ദ്, സേതു. ഒന്നും കൂടെ പറയാം: PC കുട്ടിക്കൃഷ്ണൻ ഉറൂവ്. ഇത് നോവൽ എഴുത്തുകാരാണ് കേട്ടോ. പൂനത്ത് കുഞ്ഞത്തുപിള്ള, PKN ആനന്ദ്, സേതു. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് നോവൽ എഴുത്തുകാരാണ്, കവികളല്ല. അപ്പോൾ ഇത്രയും മാത്രം പഠിച്ച് വയ്ക്കുക. PSC ടോപ്പ് വാച്ച് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചരിത്രങ്ങളൊക്കെ വരുന്നുണ്ട്, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാം മുന്നോട്ട്. ഹലോ വിദ്യാർത്ഥികളെ, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് എന്താണ്? ഇപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. സെക്രട്ടേറിയറ്റ് പരീക്ഷയിൽ ചിലപ്പം ചോദിക്കും, മലയാള എഴുത്തുകാരെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഞാൻ പറയാൻ പോകുന്നത് ആദ്യം ജോർജ് വർഗീസ് കാക്കനാടാണ് ജോർജ് വർഗീസ്. KK മത്തായി പാറപ്പുറത്ത് KK മത്തായി. പാറപ്പുറത്ത് എഴുത്താണ്ട് രൂപ പേരാണ് എന്ന് ചോദിച്ചാൽ KE മത്തായി. G വിവേകാനന്ദൻ, തഴകി ശിവശങ്കരപ്പിള്ള, P കേശവദേവ്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ജോർജ് വർഗീസ് ആരാണ്? കാക്കനാട്. K മത്തായി പാറപ്പുറത്ത്, G വിവേകാനന്ദൻ, തഴകി ശിവശങ്കരപ്പിള്ള, P കേശവദേവ്. അപ്പോൾ ഇപ്പം തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പേര് മാത്രമല്ല പറയുന്നത്, ഇതിനെ ഓരോ എഴുത്തുകാരെ കുറിച്ചും ഓരോ വീഡിയോയിലും വിവരിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത വീഡിയോ.
ഹലോ വിദ്യാർത്ഥികളെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത്? ഇപ്പം തന്നെ PSC ടോപ്പിക് സബ്സ്ക്രൈബ് ചെയ്തു. ഞാൻ പറയാൻ പോകുന്നത് 5 എഴുത്തുകാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കപ്പന കൃഷ്ണമേനോൻ തൊട്ട് SK പൊറ്റക്കാട് വരെയാണ്. അപ്പം 16 കപ്പന കൃഷ്ണമേനോൻ, അങ്ങനെ 16 കപ്പന കൃഷ്ണമേനോൻ, 17 AKM പണിക്കർ, 17 AKM പണിക്കർ, 18 പുൺകുന്ന് വറക്കി, 18 പുൺകുന്നി വറക്കി, 19 മാധവക്കുട്ടി, 20 SK പൊറ്റക്കാട് വരെ. ഓക്കെ, അപ്പം 16 കൽപ്പന കൃഷ്ണമേനോൻ, 17 AK പണിക്കർ, 18 പുൺകുന്നി വറക്കി, 19 മാധവക്കുട്ടി, SK പൊറ്റക്കാട്. ഇവരെ കുറിച്ചുള്ള ഇനി വിവരണം ഇനിയുള്ള വീടുകളിൽ ഇടാൻ ചാൻസ് ഉണ്ട്. അപ്പം നെടുങ്ങാടി തൊട്ട് ഇറഫൺ കമൽ വരെ. ഹലോ കൂട്ടുകാരെ, ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വന്നു. ഇപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന 11ാമത്തെ എഴുത്തുകാരൻ ജോസഫ് മൂലയിൽ 1897 സുകുമാരി എന്ന നോവലിലൂടെ ശ്രദ്ധേയത നേടി. അപ്പൻ തമ്പുരാൻ 1905 ഭാസ്കരമേനോൻ എന്ന നോവലിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു. വരിയത്ത് ചൊറിപ്പീറ്റർ 1906 പരിഷ്കാര വിജയം എന്ന നോവലിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു. K. നാരായണൻ ഗുരുക്കൾ. പിന്നെ 15ാമത്തത് കാരാട്ട് അച്യുതൻ മേനോൻ. ഒന്നും കൂടെ പറയാം. ജോസഫ് മൂലയിൽ 1897 സുകുമാരി നോവലോട് ശ്രദ്ധിക്കപ്പെട്ടു. അപ്പൻ തമ്പുരാൻ 1905 ഭാസ്കര മേനോൻ നോവലോട് ശ്രദ്ധിക്കപ്പെട്ടു. വരിയത്ത് ചൊറിപ്പീറ്റർ 1906 പരിഷ്കാര വിജയത്തോടെ എത്തിക്കപ്പെട്ടു. K. നാരായണ ഗുരുക്കൾ. പിന്നെ 15ാമത്തത് കാരാട്ട് അച്യുതൻ മേനോൻ. ഇത്രയേ ഉള്ളൂ പറയാനുള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോ വീണ്ടും വരാം. ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മലയാള നോവലെഴുത്തുകാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് പോത്തിരി കുഞ്ഞമ്പു തൊട്ട് C. അന്തപ്പായി വരെയാണ്. പോത്തിരി കുഞ്ഞമ്പു 1892 സരസ്വതി വിജയം എന്ന നോവലിലൂടെയാണ് ശ്രദ്ധ നേടിയത്. കൊച്ചു തോമ അപ്പോത്തകാരി 1872 പരിഷ്കാരപതി എന്ന നോവലാണ് ശ്രദ്ധിക്കപ്പെട്ടത്. കിഴക്കേപ്പാട്ട് രാമൻകുട്ടി മേനോൻ 1892 പറങ്ങാണ്ടി പരിണയം എന്ന് വെച്ചാൽ അതൊരു ഗ്യാസ്യ നോവലാണ്. കോമാട്ടിൽ പണ്ടുമേനോൻ 1892 ലക്ഷ്മിക കേശവം. C. അന്തപ്പാഴി 1893 4 പേരിൽ ഒരുത്തൻ. ഇവർ 5 പേരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരെ വർഷവും നോവലുമാണ് വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. ഹലോ വിദ്യാർത്ഥികളെ, ഇപ്പം കായലിനെക്കുറിച്ച് നദികളെക്കുറിച്ച് നിന്നു. ഇപ്പം പറയാൻ പോകുന്നത് മലയാളത്തിലെ നോവൽ പ്രധാനപ്പെട്ട 100 എഴുത്തുകാരെ കുറിച്ചാണ്. ഇപ്പം 5 എഴുത്തുകാരെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം നുഴങ്ങാടി കേരളത്തിൽ ആദ്യ ബാങ്കായ അപ്പം നുഴങ്ങാടിയുടെ ബാങ്കാണ്. മലയാള എഴുത്തുകാരനാണ്. 1887 കുന്തിലതയിലൂടെയാണ് ശ്രദ്ധേയനായത്. O. ചന്തുമേനോൻ 1889 ഇന്ദുലേഖയിൽ നിന്നും ശ്രദ്ധ നേടി. പടിഞ്ഞാറ് കോവിലെ കത്തു അമ്മമാർ രാജ 1890 ഇന്ദുമതി സ്വയംവരം എന്ന നോവൽ ശ്രദ്ധ നേടി. C. ചന്തുനായർ 1890 മീനാക്ഷി. CV രാമൻപിള്ള 1801 വാർത്താണ്ട് പറമ്പ. ഇങ്ങനെ അപ്പം നുഴങ്ങാടി 1880 കുന്തിലത. O. ചന്തുമേനോൻ 1889 ഇന്ദുലേഖ. പടിഞ്ഞാറ്റൻ കോവിലത്ത് അമ്മമാർ രാജ 1890. ഹലോ വിദ്യാർത്ഥികളെ, നിങ്ങളെന്ത് പറയുന്നു? ഇപ്പം PSC ടോപ്പ് വായിച്ച് നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം കായലുകളെക്കുറിച്ച് പറഞ്ഞു ഒരുവിധം തീരാറായി. പറയാൻ പോകുന്നത് 27 കായൽ വരെ ഉള്ളൂ. 37 എണ്ണമുണ്ട്. 7 എണ്ണം കടലുമായി ഒഴുകുന്ന കായലുകളുണ്ട്. പിന്നെ പറയാൻ പോകുന്നത് ചേലൂർ കായലിനെ കുറിച്ചാണ്. അത് ജില്ല കൊല്ലം തന്നെയാണ്. ചേലൂർ കായൽ ജില്ല. പിന്നെ കായലുകളുടെ തടാകം എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായലിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയാണ്. അപ്പം കൂടുതൽ അറിയണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ PSC ടോപ്പ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. പട്ടത്തണപ്പിള്ള പത്മനാഭനെ കുറിച്ചും
എല്ലാവരെയും കുറിച്ച് ഹലോ വിദ്യാർത്ഥികളെ, നിങ്ങൾ അറിയാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസറൊക്കെ PSC ടോപ്പ് വെച്ച ഇറങ്ങുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തത്? കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൻ്റെ അറ്റൻഡൻ്റ് പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കേരളം ഉണ്ടാകുമെന്ന് മുമ്പ് എത്ര ജില്ലകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് 5 എണ്ണമാണ്. അപ്പം ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ 10ാം ക്ലാസ് ലെവലിലുള്ള പരീക്ഷയിൽ നല്ല മാർക്ക് മേടിക്കണമെങ്കിൽ PSC ടോപ്പ് വെച്ച് ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് പുള്ളിക്കുന്ന് കായൽ, പുന്നമട കായലാണ്. പുള്ളിക്കുന്ന് കായൽ എവിടെയാണ് ഒഴുകുന്നത്? ജില്ല കോട്ടയാണ്. പുന്നമട കായലും ശുദ്ധജല കന്നേറ്റിക്കായലാണ്. ജില്ല കോട്ടയമാണ്. പതിക്കുന്നത് വേക്കൽ കായലും അങ്ങനെയുള്ള കായലുണ്ട്. ഇതെല്ലാം വിശദമായി പഠിക്കുക. ഹലോ വിദ്യാർത്ഥികളെ, നിങ്ങളെന്തുകൊണ്ടാണ് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത്? കേരള ചരിത്രം, സാമ്പത്തിക ശാസ്ത്രം, ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ക്രിക്കറ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഈ PSC ടോപ്പ് പേജിലേക്ക് നിങ്ങൾക്കായി വരുന്നുണ്ടോ? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമോ ഇപ്പം തന്നെ? ഞാനിവിടെ പറയാൻ വന്നത് കവ്വായി കായലാണ്. ജില്ല കണ്ണൂരിലാണ്. കവ്വായി കായൽ എവിടെയാണ്? ജില്ല കണ്ണൂർ. കന്നേറ്റിക്കായൽ ജില്ല കോട്ടയം. കന്നേറ്റിക്കായൽ ജില്ല കോട്ടയം. ഈ കോട്ടയത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. കടൽ തീരമില്ലാത്ത 5 ജില്ലയിൽ 1ാമത്തെ ജില്ലയാണ് കോട്ടയം. ഇപ്പം ഞാൻ പറഞ്ഞത് ശരിയായ ഉത്തരവാണ്. എവിടെ ചർച്ച ചെയ്ത് നോക്കൂ, കോട്ടയത്ത് കടൽ തീരമില്ല. പിന്നെ പത്തനംതിട്ടയിലും കടൽ തീരമില്ല. അപ്പം കണ്ണൂരുണ്ട്. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത്. അപ്പോൾ ഇതെല്ലാം അറിയണമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ PSC ടോപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി ഹലോ വിദ്യാർത്ഥികളെ, ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് കായലുകളാണ്. ഉപ്പളക്കായൽ, കുമരകം കായൽ. അപ്പം കുമരകായലും ഉപ്പളക്കായലാണ്. അപ്പം ഉപ്പളക്കായൽ ജില്ല കാസർഗോഡും കുമരകായൽ ജില്ല കോട്ടയമാണ്. ഇപ്പം ഈ 2 ജില്ല മാത്രം പിടിച്ചിരിക്കുക. കായൽ ഏതാണ്? ഉപ്പളക്കായൽ, കുമരകക്കായൽ. ഉപ്പളക്കായൽ ജില്ല ഏതെന്ന് ചോദിച്ചാൽ കാസർഗോഡാണ്. കുമരകം കായലിൻ്റെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ കോട്ടയമാണ്. അപ്പം ഇത്രയുള്ളൂ. അപ്പം ഇന്ത്യൻ ചരിത്രങ്ങൾ, കേരള ചരിത്രങ്ങൾ, നദികളും പുഴകളെയും കുറിച്ച് അറിയണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ PSC ടോപ്പ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. അപ്പം ഇനിയും വീഡിയോകൾക്കൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയുമായി ഇനി അടുത്ത ദിവസത്തേക്ക് കാണാം. ഓക്കെ, ബൈ. ഹലോ വിദ്യാർത്ഥികളെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. PSC ടോപ്പ് വെച്ച് ഒന്നാന്തര ക്വസ്റ്റ്യൻസ്, ഒന്നാന്തര ചോദ്യങ്ങളുമാണ് വരുന്നത്. ചരിത്രങ്ങളും രാജഭരണങ്ങളെക്കുറിച്ചും ഇന്ത്യൻ രാജ്യത്തിന് മണ്ഡലങ്ങളെക്കുറിച്ചും എല്ലാം വരുന്നതും PSC ടോപ്പ് വെച്ച് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഏനമക്കൽ കായൽ, പിന്നെ പൊന്നാനിക്കായലിനെ കുറിച്ചാണ്. പൊന്നാനി ബീച്ച് കായലിനാണ്. ഏനമക്കൽ മനക്കോടി ജില്ല തൃശ്ശൂരാണ്. ഏനമക്കൽ മനക്കോടി തൃശ്ശൂർ ജില്ലയിലാണ്. പൊന്നാനി ബീച്ച് കായൽ ജില്ല മലപ്പുറത്താണ്. പൊന്നാനി മലപ്പുറത്താണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കും, ഈ തൃശ്ശൂറും ഉള്ള കായൽ ഏതാണെന്ന് വെച്ചാൽ ഏനമക്കൽ മനക്കോടിയാണ്. അപ്പം ബീച്ച് കായൽ മലപ്പുറത്തെ ബീച്ച് കായൽ ഏതാണെന്ന് വെച്ചാൽ പൊന്നാനിയാണ്. അപ്പം ജില്ല മലപ്പുറമാണ്. പൊന്നാനി ബീച്ച് കായൽ, ഏനമക്കൽ കായൽ ജില്ല തൃശ്ശൂരുമാണ്. അപ്പോൾ ഇത്രയും വിവരമുള്ളൂ. അപ്പം പെട്ടെന്ന് നിങ്ങൾ ഇത് പൂർണ്ണമായിട്ട് പഠിച്ച് ഇപ്പം തന്നെ PSC ടോപ്പ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. 1ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ വരുന്നത്. ഓക്കെ, അടുത്ത വീഡിയോയുമായി. ഹലോ വിദ്യാർത്ഥികളെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തത്? എനിക്ക് ഇപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലും PSC കുറിച്ച് അറിയാൻ തുടങ്ങുകയാണ്. ക്വസ്റ്റ്യൻസ്, ചരിത്രങ്ങളെക്കുറിച്ചും ഹിസ്റ്ററിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ PSC ടോപ്പ് വാച്ചാണ്. അപ്പം മറ്റുള്ളതും കൂടെ പഠിച്ചിരിക്കുക. PSC ടോപ്പ് വെച്ചും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. അപ്പം ഞാൻ പറയാൻ പോകുന്നത് വാരപ്പുഴ കായലാണ്. വാരപ്പുഴ കായൽ എന്ന് പറഞ്ഞാൽ ജില്ല എറണാകുളത്താണ്. പിന്നെ ചേറ്റുവൽ കായൽ ജില്ല എറണാകുളത്ത്. ഈ 2 കായൽ ഒഴുകുന്നത് എറണാകുളത്താണ്. ചിലപ്പം വാരപ്പുഴ കായലും ചേറ്റുവ കായലും ഒഴുകുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ എറണാകുളം എന്ന് മാത്രമേ എഴുതാവൂ. എറണാകുളത്തുള്ള 2 കായൽ ഏതാണെന്ന് ചോദിച്ചാൽ വാരപ്പുഴ കായലും ചേറ്റുവ കായലുമാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നല്ല രീതിയിൽ പഠിച്ചു പോവുക.
ഇനി എന്ന് പറയുന്നത് 24 കായലെക്കുറിച്ച് മാത്രമേ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോ ആയി. ഹലോ വിദ്യാർത്ഥികളെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്ന 2 കായലിനെ കുറിച്ചാണ്. ഒന്ന് കൊടുങ്ങല്ലൂർ കായലും രണ്ടാമത്തേത് വേമ്പനാട്ട് കായലുമാണ്. വേമ്പനാട്ട് കായൽ ജില്ല ആലപ്പുഴ, കോട്ടയം, എറണാകുളം കോട്ടയാണ്. പതിക്കുന്ന നദി അച്ചൻകോവിൽ, പമ്പ, മണിമലയാർ, മിനിയേച്ചർ, പൂവാറ്റുപുഴ. വേമ്പനാട്ട് കായൽ ജില്ല ആലപ്പുഴ, കോട്ടയം, എറണാകുളം കോട്ടയം. പതിക്കുന്ന നദി അച്ചൻകോവിൽ, പമ്പ, മണിമലയാർ, മിനിയേച്ചർ, മൂവാറ്റുപുഴയാണ്. ഇപ്പം കൊടുങ്ങല്ലൂർ കായൽ ജില്ല എറണാകുളമാണ്. കൊടുങ്ങല്ലൂർ കായൽ ജില്ല എറണാകുളമാണ്. ഇപ്പോൾ വേമ്പനാട്ട് കായലിനെ കുറിച്ച് പതിക്കുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അച്ചൻകോവിൽ, പമ്പ, മണിമലയാർ, മിനിയേച്ചർ, മൂവാറ്റുപുഴയാണ്. ഓക്കെ, ഇതും രണ്ടും വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോവുക. 10ാം ക്ലാസ് പ്രൈമറി പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇപ്പം തന്നെ സബ്സ്ക്രൈബ്. ഹലോ വിദ്യാർത്ഥികളെ, നമസ്കാരം. PSC ടോപ്പ് വായിച്ചവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ പറയുന്നത് വട്ടക്കൽ കായലാണ്. പിന്നെ കായംകുളം കായലുമുണ്ട്. അപ്പം വട്ടക്കൽ കായൽ കൊല്ലത്തുമാണ് ഒഴുകുന്നത്. കായംകുളം കായൽ 2 ജില്ലയാണ്, കൊല്ലവും ആലപ്പുഴയും. വട്ടക്കൽ കായൽ കൊല്ലം ജില്ലയാണ് ഒഴുകുന്നത്. പതിക്കുന്ന നദി പള്ളിക്കലാറാണ്. കായംകുളം കായൽ ജില്ല കൊല്ലവും ആലപ്പുഴയുമാണ്. അപ്പം ഈ 2 കായൽ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. കായംകുളം കായലിനെ കുറിച്ച് 2 ജില്ലയിലുള്ള കായൽ എന്ന് വെച്ചാൽ കൊല്ലവും ആലപ്പുഴയാണ്. അപ്പോൾ വട്ടക്കൽ കായൽ പതിക്കുന്ന പള്ളിക്കലാറുമാണ്. അപ്പം ഇപ്പം തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ വിദ്യാർത്ഥികളെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രയാസം? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ? സപ്പോർട്ട് ചെയ്താൽ കുറേ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമ്മളിവിടെ പറയാൻ പോകുന്നത് 9ാമത്തെ കായലായ ശാസ്താംകോട്ട കായലും 8ാമത്തെ കായലായ അഷ്ടമുടി കായലും. 8ാമത്തെ അഷ്ടമുടി കായലും ശാസ്താംകോട്ട കായലും, ഈ 2 കായലും കൊല്ലം ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അഷ്ടമുടി കായൽ ജില്ല കൊല്ലം തന്നെയാണ്. പതിക്കുന്ന നദി കല്ലടയാറാണ്. ഇപ്പോൾ ശാസ്താംകോട്ടയാണ് ശുദ്ധജല ഇല്ലേ? അപ്പം ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ലെവലായിരിക്കും. അഷ്ടമുടി കായലും ശാസ്താംകോട്ടയും കായലും നന്നിട്ട് ചോദിക്കും, ഈ ഏത് കായലാണ് കല്ലടയാറ് നദിയിൽ പതിക്കുന്നത് ചോദിക്കുമ്പോൾ ഏതാണ് അഷ്ടമുടി കായൽ. അപ്പോൾ തിരിച്ചും പറഞ്ഞ് പല കായലുകളെക്കുറിച്ച് ഇട്ടിട്ട് ചിലപ്പം വേർതിരിച്ചുള്ള മറ്റ ക്രിയകളൊക്കെ വരാൻ അത് ചാൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ. ഹലോ വിദ്യാർത്ഥികളെ, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ 2 കായലിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. 1ാമത്തെ കായൽ പറവൂർ കായൽ, 2ാമത്തെ കായൽ കോട്ടക്കൽ കായൽ. പറവൂർ കായലും കോട്ടക്കൽ കായലും കൊല്ലത്ത് തന്നെയാണ് ഒഴുകുന്നത്. പറവൂർ കായൽ ജില്ല കൊല്ലവും, പതിക്കുന്നത് ഇത്തിക്കര ആറും. കോട്ടക്കൽ കായൽ ജില്ല കൊല്ലം തന്നെയാണ്. അപ്പം ഈ 2 കായലിനെ കുറിച്ച് വ്യക്തമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കും, പറവൂർ കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലം. ഏത് നദിയിലാണ് പതിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത്തിക്കര ആറാണ്. കോട്ടക്കൽ കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം. ചിലപ്പോൾ തെറ്റിച്ചവരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 10ാം ക്ലാസ് ലെവലിലുള്ള പരീക്ഷയായതുകൊണ്ട് പരീക്ഷ എഴുതുന്നവർക്ക് അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസും ഉണ്ട്. അത് ഹലോ സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ തന്നെ PSC ടോപ്പ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കായലുകളെക്കുറിച്ചാണ്. എഴുത്തുകാരെക്കുറിച്ചും ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചും ജിയോഗ്രഫിയെക്കുറിച്ചും ഇപ്പം തന്നെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ PSC ടോപ്പ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയാൻ പോകുന്നത് 5 തെങ്ങ് കായൽ. 5 തെങ്ങ് കായൽ ജില്ല തിരുവനന്തപുരത്താണ്. പതിക്കുന്നത് വാമനപുരം ആണ്. അങ്ങനെയാണ് പതിക്കുന്നത് വാമനപുരവും ജില്ല തിരുവനന്തപുരമാണ് 5 തെങ്ങ് കായൽ. പിന്നെ ഇടവ നടയറക്കൽ കായൽ ജില്ല തിരുവനന്തപുരവും കൊല്ലവുമാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും കൂടെയാണ് ഈ കായൽ ഒഴുകുന്നത്. ഇടവ എന്ന സ്ഥലത്തെ നടയറക്കൽ കായലാണ്. ജില്ല തിരുവനന്തപുരം, കൊല്ലം, ഈ 2 ജില്ല ബേസിക്കായിട്ടാണ് കായൽ ഒഴുകുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ.
ഇടവ റേക്കൽ കായലും അഞ്ച് തെങ്ങ് കായലിനെ കുറിച്ചും ഇത്രയും വിവരിക്കുന്നുള്ളൂ. പിന്നെ അടുത്ത കായലുകൾ എന്ന് പറഞ്ഞാൽ കോട്ടയ്ക്കൽ കായലുണ്ട്, പരവൂർ കായലുണ്ട്, അഷ്ടമുടി കായലുണ്ട്, എല്ലാം ഓക്കെ. ഹലോ വിദ്യാർത്ഥികളെ, ഇപ്പം രണ്ടാമത്തെ കായലായ വേളിക്കായലിനെ കുറിച്ചും മൂന്നാമത്തെ കായൽ കടനകുളം കായലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ഇടുക. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ പോവുകയാണ് വീഡിയോ. വേളിക്കായൽ അഴുക്കുൾ കായൽ, ജില്ല തിരുവനന്തപുരമാണ്. വേളി അഴുക്കുളം കായൽ, ജില്ല തിരുവനന്തപുരമാണ്. കഠിനക്കുളം കായൽ, ജില്ല തിരുവനന്തപുരമാണ്. ഈ രണ്ട് തിരുവനന്തപുരത്തിലുള്ള കായലിലാണ്. വേളിയിലാണ് അഴുക്കുളം കായൽ, കഠിനക്കുളം കായൽ തിരുവനന്തപുരത്താണ്. ഈ രണ്ട് കായലും തിരുവനന്തപുരത്തിനുള്ളതാണ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇനി കൂടുതൽ കായലിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി 5 തെങ്ങ് കായലുണ്ട്, അത് കഴിഞ്ഞിട്ട് ഈ ഇടവ നടയറയ്ക്ക് കായലുണ്ട്, കോട്ടയ്ക്കൽ കായലുണ്ട്, എല്ലാം ഓക്കെ. അപ്പം ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. ഹലോ PSC വിദ്യാർത്ഥികളെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പം PSC ടോപ്പ് വാച്ച് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ പറയാവുന്ന ഒന്നാമത്തെ കായലായ വെള്ളാണിക്കായൽ. വെള്ളാണിക്കായലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശുദ്ധജലമാണ്, ജില്ല തിരുവനന്തപുരമാണ്. വെള്ളാണിക്കായൽ ശുദ്ധജലവുമാണ്. കായൽ എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. ശുദ്ധജലം ഉള്ള ഒരു കായലാണ്, ജില്ല തിരുവനന്തപുരമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇനി രണ്ടാമത്തെ കായൽ വേളി ആണ്. മൂന്നാമത്തത് കഠിനക്കുളം കായലുണ്ട്, 5 തെങ്ങ് കായലുണ്ട്. ഇതൊക്കെ അറിയണമെങ്കിൽ ഇപ്പം തന്നെ PSC ടോപ്പ് വാച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലുള്ള PSC ആൻസർ ആൻഡ് ക്വസ്റ്റ്യൻസ് ആൻസർ എല്ലാം ഉടനെ PSC ടോപ്പ് വാച്ച് വന്നു ചേരും. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്നുകൂടെ പറയാം, വെള്ളാണിക്കായൽ ശുദ്ധജലമാണ്, ജില്ല തിരുവനന്തപുരമാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം മറക്കരുത്, ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യും. ഹലോ സുഹൃത്തുക്കളെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം കേരളത്തിലെ നദികൾ കഴിഞ്ഞു. കേരളത്തിലെ വലിയ നദി പെരിയാറും കേരളത്തിലെ ചെറിയ നദി മഞ്ചേരിപ്പുഴയും കഴിഞ്ഞപ്പം ഇനി പറയാൻ പോകുന്നത് കേരളത്തിലെ കായലുകളാണ്. കേരളത്തിലെ കായലുകൾ 34 ഉണ്ട്. കേരളത്തിൻ്റെ വലുതും ചെറുതുമായ 34 കായലുകളുണ്ട്. ഇവയിൽ 27 അഴിയോ പുഴയോ മുഖേന കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ 27 കടലുമായി ബന്ധപ്പെട്ടുള്ളത്. 34 27 കടലിൽപ്പെട്ടത്. അത് 1 വെള്ളാണിക്കായൽ, 2 അഴുക്ക് കായൽ, 3 കഠിനക്കുളം കായൽ, 5 തെങ്ങ് കായൽ, ഇടവ. അപ്പം ഇങ്ങനെ കുറേ കായലുകളുണ്ട്. അപ്പം ഈ കായലുകളെ കുറിച്ച് അറിയണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഹലോ വിദ്യാർത്ഥികളെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തത്? നിങ്ങൾ ചെയ്യുക. ഇപ്പം ഞാൻ പറയുന്നത് കേരളത്തിലെ അവസാനത്തെ നദിയായ 44ാമത്തെ നദിയായ പമ്പാർ നദിയാണ്. എന്താണ് പമ്പാർ നദി? നീളം 31 കിലോമീറ്ററും, ഉൽപ്പാദനം വെൺമൂറും, ജില്ല ഇടുക്കിയും, പതനം കാവേരി നദിയിലുമാണ്. എന്ന് വെച്ചാൽ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്നാമത്തെ നദിയായ പമ്പാർ നദി. നീളം 31 കിലോമീറ്ററും, ഉൽപ്പാദനം വെൺമുറും, ജില്ല ഇടുക്കിയും, പതനം കാവേരി നദി. കാവേരി നദി ഇവിടെ കർണാടകയിലാണ്. കർണാടകയിലൂടെ ഒഴുകുന്ന നദിയാണ് കാവേരി നദി. അപ്പം ഇത്രേ ഉള്ളൂ. ഈ പോയിൻ്റ് ഇത്രയും പഠിച്ചു. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറുമാണ്. 3 നദികൾ മാത്രമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്: ഭവാനിപ്പുഴ, കബാനി, പമ്പാർ നദി. ഹലോ വിദ്യാർത്ഥികളെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത്? ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ നദികളെക്കുറിച്ച് 43ാമത്തെ നദിയായി. ഇനി ഒരു നദിയും കൂടെ ഉള്ളൂ, അത് പമ്പയാർ നദിയാണ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന നദി ഭവാനിപ്പുഴയാണ്. ഭവാനിപ്പുഴയുടെ നീളം 215 കിലോമീറ്ററാണ്. ഉൽപ്പാദനം ശിരൂപാണി, ജില്ല പാലക്കാടുണ്ട്, കോയമ്പത്തൂരുണ്ട്. ഈ റോഡ് വഴി എല്ലാം പോകുന്നുണ്ടല്ലേ, കോയമ്പത്തൂരോടും ഈ റോഡും പാലക്കാടും, ജില്ല പാലക്കാടും കോയമ്പത്തൂർ റോഡ്, പാലക്കാട് കോയമ്പത്തൂർ റൂട്ട് വന്ന റോഡും ഒന്നാണ്. ജില്ല ഉൽപ്പാദനം ശിരൂപാണി,
ഭവാനിപ്പുഴയുടെ നീളം 215 കിലോമീറ്ററാണ്. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി 44ാമത്തെ നദി പെമ്പാർ നദിയാണ്. അടുത്ത ദിവസം വീഡിയോ ഇടുന്നത്. ഓക്കെ. പിന്നെ പതനം കാവേരി നദിയാണ്. ഇതാണ് ഭവാനിപ്പുഴയുടെ. ഓക്കെ. ഹലോ വിദ്യാർത്ഥികളെ, എല്ലാവരും ഇപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയാൻ പോകുന്ന നദി കബനി നദി. കബനി നദി എങ്ങോട്ട് ഒഴുകുന്ന നദിയാണോ? കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് കബനി നദി. നീളം 234 കിലോമീറ്റർ. ഉൽപ്പാദനം തെക്കൂർ മുഴി, ജില്ല വയനാട്. പതനം കാവേരി നദിയിലാണ്. കർണാടക കാവേരി നദിയിലേക്ക് ഉൽപ്പാദിക്കുന്നത്. ജില്ല വയനാട്ടിലാണ്. ഉൽപ്പാദനം തെക്കൂർ മുഴിയാണ്. നീളം 234 കിലോമീറ്റർ ഉണ്ട്. നദി കബനി നദിയാണ്. അപ്പം ഇപ്പോൾ തന്നെ ഞാൻ വീണ്ടും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ 42 നദിയായി. ഇനി 43ാമത്തെ നദി ഭവാനിപ്പുഴയും 44 പമ്പാർ നദിയാണ്. ഈ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ഇപ്പം തന്നെ നിങ്ങൾ പഠിക്കുക. ഇത് പഠിക്കുകയാണെങ്കിൽ ചിലപ്പം കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് പേര് ചോദിച്ചാൽ ഭവാനിപ്പുഴ, കബനി നദി, പമ്പാർ നദി, ഇത് 3 നദിയാണ് കിഴക്കോട്ട് പോകുന്നത്. ഓക്കെ. ഹലോ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ഞാൻ വീണ്ടും പറയുകയാണ്, സുഹൃത്തുക്കളെ, നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. PSC ടോപ്പ് വെച്ച് ഇനിയും കൂടുതൽ വിവരം അറിയണമെങ്കിൽ ഇപ്പം തന്നെ PSC ടോപ്പ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയാൻ പോകുന്നത് വിഷയം നദിയെക്കുറിച്ചാണ്. നദി ഇപ്പം 41ാമത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴ എവിടെ കൂടെ ഒഴുകുന്നത്? കാസർഗോഡിൽ ഒരു 7 നദികൾ ആണ് ഒഴുകുന്നത്. അതിൽ മഞ്ചേരിപ്പുഴ എന്നത് ഉൾപ്പെടുന്നുണ്ട്. നീളം 16 കിലോമീറ്ററാണ്. നീളം ഇങ്ങനെയാണ് 14 കിലോമീറ്റർ. ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേരിപ്പുഴ. മഞ്ചേശ്വരം പുഴ ആണ്. ഉൽപ്പാദനം വലയപ്പണിക്കുന്നുകൾ, ജില്ല കാസർഗോഡ്. പതനം ഉപ്പളക്കായകൾ. അപ്പം ഇത്രയേ ഉള്ളൂ. മഞ്ചേരിപ്പുഴ, നീളം 16 കിലോമീറ്റർ. ഉൽപ്പാദനം വലയപ്പണിക്കുന്നുകൾ, ജില്ല കാസർഗോഡ്. പതനം ഉപ്പളക്കായ. ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. അപ്പോൾ ഇത്രയുള്ള വിഷയം. ഇത് മാത്രം പഠിച്ചു. ഏറ്റവും ഹലോ സുഹൃത്തുക്കളെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. ഇപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ അമർത്തുക. കമൻറ്റ് ഇടുക, ലൈക്ക് ഇടുക, എല്ലാം ചെയ്യുക. പുതിയ ഇപ്പം ഞാൻ പറയുന്നത് 40ാം നദിയാണ്. 40ാം നദി ആയൂർ പുഴ. ആയൂർ പുഴയെക്കുറിച്ചാണ് ഞാനിവിടെ വിവരിക്കുന്നത്. എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റുള്ള വീഡിയോകൾ കാണാൻ ശ്രമം നടത്തുക. ഇപ്പം ആയൂർ പുഴയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നീളം 17 കിലോമീറ്റർ. ഉൽപ്പാദനം നാവായി, ജില്ല തിരുവനന്തപുരം. പതനം നടയറയ്ക്കലാണ്. അപ്പം 40ാമത്തെ നദി ആയൂർ പുഴ. നീളം 17 കിലോമീറ്റർ. ഉൽപ്പാദനം നാവായി, ജില്ല തിരുവനന്തപുരം. പതനം നടയറയ്ക്കൽ. അപ്പം ഇങ്ങനെയാണ് നടയറയ്ക്കൽ, പതനം, ജില്ല തിരുവനന്തപുരം. ഉൽപ്പാദനം നാവായി, നീളം 17 കിലോമീറ്റർ. ആയൂർ പുഴയാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി. ഹലോ വിദ്യാർത്ഥികളെ, നമസ്കാരം. നിങ്ങൾ സബ്സ്ക്രൈബ് കുറവാണ്. കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. 655ഓളം സബ്സ്ക്രൈബ് വാങ്ങിക്കൊണ്ട്. അപ്പം നിങ്ങൾ കാണുന്നവരെല്ലാവരും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന പുഴ അല്ലെങ്കിൽ നദി രാമപുരം പുഴയാണ്. നീളം 19 കിലോമീറ്ററാണ്. ഉൽപ്പാദനം ഇരിങ്ങിൽക്കുത്ത് ആണ്. ജില്ല കണ്ണൂർ. പതനം അറബിക്കടലാണ്. പതനം അറബിക്കടലും, ജില്ല കണ്ണൂരും. ഉൽപ്പാദനം ഇരിങ്ങൽക്കുത്താണ്. ഇരിങ്ങൽക്കുത്ത്. നീളം 19 കിലോമീറ്ററാണ്. രാമപുരം പുഴയ്ക്കട്ട. അപ്പം ഏറ്റവും വലിയ നദി ഭാരതപ്പുഴ. 2ാമത്തെ നദി പെരിയാർ. അങ്ങനെ അപ്പം എൻ്റെ ബേസിക്കലായിട്ട് അങ്ങനെ പഠിച്ചു പോയാൽ മതി. അപ്പം അതാണ്. ഓക്കെ, നമസ്കാരം. ഇത്രയേ ഉള്ളൂ. ഹലോ വിദ്യാർത്ഥികളെ, ഞാനിവിടെ പറയാൻ പോകുന്ന പുഴ കല്ലാഴിപ്പുഴ. കല്ലാഴിപ്പുഴയാണ്. കല്ലാഴിപ്പുഴ സിനിമ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ കല്ലാഴിപ്പുഴയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കമൻറ്റ് ചെയ്യാത്തവരും ലൈക്ക് അടിക്കാത്തവരും ഇപ്പം തന്നെ ഫോളോ ചെയ്യുക. എല്ലാവരും സഹകരിക്കുക. ഓക്കെ. ഞാൻ പറയാൻ പോകുന്നത് കല്ലാഴിപ്പുഴ. നീളം 22 കിലോമീറ്ററേ ഉള്ളൂ. ഉൽപ്പാദനം ചെരിക്കുളത്തൂരാണ്. ജില്ല കോഴിക്കോടാണ്. പതനം അറബിക്കടൽ. നീളം 22. ഉൽപ്പാദനം
ചെറുകുളത്തൂർ ജില്ല കോഴിക്കോട്, പതനം അറബിക്കടലാണ്. അറബിക്കടൽ ജില്ല കോഴിക്കോടും, പതനം ചെറുകുളത്തൂർ. നീളം 22 കിലോമീറ്ററുള്ള നദി ഏതാണെന്ന് വെച്ചാൽ കല്ലാഴിപ്പുഴയാണ്. ഇപ്പോൾ കല്ലാഴിപ്പുഴ എല്ലാവരും തിരുമത്തോട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. PSC ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരവ് എഴുതാം, 1 മാർക്ക് അതുപോലെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. അപ്പം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ആരും മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് എല്ലാം ചെയ്യുക. ഓക്കെ, എൻ്റെ ഹൃദയപൂർവ്വം ഈ വീഡിയോ അവസാനിക്കുന്നു. ഓക്കെ, നമസ്കാരം. ഹലോ വിദ്യാർത്ഥികളെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീണ്ടും ഞാൻ പറയുകയാണ്, വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നദികളെക്കുറിച്ചാണ് പറയുന്നത്. 35 നദി വരെയുള്ള നദിയെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്ത്. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് കാണുക, എൻ്റെ ബാക്കിയുള്ള വീഡിയോകൾ കണ്ടു നോക്കുക. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ പറയാൻ പോകുന്നത് തലശ്ശേരി പുഴയാണ്. തലശ്ശേരി പുഴ ജില്ല കണ്ണൂരാണ്. നീളം 28 കിലോമീറ്ററാണ്. ഉൽപ്പാദനം കൊണ്ണോത്തം വനം, ജില്ല കണ്ണൂർ, പതനം അറബിക്കടൽ. അറബിക്കടലിൽ നിന്നും പതിക്കുന്നു. ജില്ല കണ്ണൂരിൽ നിന്നും ഒഴുകി ഉൽപ്പാദനം തുടങ്ങുന്നത് കണ്ണോത്ത വനത്തിൽ നിന്നും. നീളം 28 കിലോമീറ്ററുള്ള ഒരു തലശ്ശേരി പുഴയാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പം തന്നെ പറയുകയാണ്, ചരിത്രത്തെക്കുറിച്ചും മലയാള നിഘണ്ടുവെക്കുറിച്ചും എല്ലാ ക്വസ്റ്റ്യൻസും കണക്ക് വരെ PSC ടോപ്പ് വെച്ച് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സമയം വിലപ്പെട്ടതാണ്. ഹലോ വിദ്യാർത്ഥികളെ, എന്താണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത്? ഞാനിപ്പോൾ നേരത്തെ ഇന്നലെ ചെറിയൊരു അപ്ലോഡ് വീഡിയോ ഇട്ടായിരുന്നു. 35 നദികളെക്കുറിച്ചുള്ള വീഡിയോ ആണ്. കേരളത്തിലെ 35 നദികൾ. ഇപ്പോൾ ബാക്കിയുള്ള നദികൾ ഞാൻ ഇപ്പം പറയുന്നു. 34ാമത്തെ നദി പുഴക്കൽ പുഴ. ഇതാണ് പുഴക്കൽ പുഴ. നീളം 29 കിലോമീറ്ററും, ഉൽപ്പാദനം മച്ചട്ടുമല, ജില്ല തൃശ്ശൂരും, പതനം ഏനമക്കൽ തടാകമാണ്. അപ്പോൾ PSC ടോപ്പ് വെച്ച് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ മുമ്പുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ഞാൻ പഴയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ പോയി നോക്കുക. റബ്ബർ കൃഷിയുടെ അനുയോജ്യമായുള്ളതായിട്ടുള്ളതും പിന്നെ അതിൻ്റെ റബ്ബറിൻ്റെ പിതാവ് ആരാന്നും എല്ലാം പോയി കാണുക. ഓക്കെ.